ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ആ 5 കോടി രൂപ വിലയുള്ള ബംഗ്ലാവ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അവരത് മേടിക്കാൻ ഉറപ്പിക്കുവാണ് കണ്ടു കഴിയുമ്പോഴേക്കും. അപ്പോൾ ഓണർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ബംഗ്ലാവ് വിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഇത് പണിതത്. പക്ഷെ ഞങ്ങളിപ്പോൾ ദുബായിൽ പോയി സെറ്റിൽ ആവാന്ന് വിചാരിക്കുവാണ്. അവിടെ നീ ബംഗ്ലാവ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ, അതാ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നൊക്കെ ഓണർ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ വീട് പൊന്നു പോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുവാണ്. വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓണർ ശ്രുതിക്കും വായിക്കുവാനൊക്കെ കൊടുക്കുന്നുണ്ട്. വായിച്ചു കഴിയുമ്പോഴേക്കും ഓണർ പറയുന്നുണ്ട്, 5 കോടി രൂപ വിലയുള്ള വീട് ഞങ്ങൾ 3 കോടി രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ സർ, അത് നിങ്ങൾക്ക് നഷ്ടമല്ലേ, ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഓണർ പറയുന്നുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഈ വീടിന് വേണ്ടി 2 കോടി രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ചിലവായത്. അപ്പോൾ 3 കോടി രൂപ ഞങ്ങൾക്ക് ലാഭമല്ലേ, 5 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ട് വരെ ഈ വീട് മേടിക്കാൻ വന്നവരുണ്ട്. പക്ഷേ ഒരു നല്ലൊരാളുടെ കയ്യിൽ ഈ വീട് കൈമാറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങളെ കണ്ടപ്പോൾ നല്ലൊരാളായിട്ട് തോന്നി, അതാ 3 കോടി രൂപയ്ക്ക് തരാൻ തീരുമാനിച്ചതെന്നൊക്കെ ഈ ഓണർ പറയുന്നുണ്ട്. 5 കോടി രൂപ ഉടനെ ഒന്നും തരാൻ പറ്റില്ല എന്നും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യണം, അപ്പോൾ കുറച്ച് സാവകാശം വേണം എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും ഓണർ പറയുന്നുണ്ട്, ഞങ്ങളും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും വന്നവരാ, ഈ വീട് പണിയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങളും സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയമെടുത്ത് പൈസ തന്നാൽ മതി. പക്ഷേ എനിക്ക് കസ്റ്റംസിന് 50 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നേ തീരൂ അഡ്വാൻസ് ആയിട്ടെന്നൊക്കെ ഓണർ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, 50 ലക്ഷം ഉണ്ടാവില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു 30 ലക്ഷം കാണുമെന്ന് പറയുവാണ്. അപ്പോഴേക്ക് ഓണർ 30 30, ബാക്കി 20 ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ലോണിന് അപ്ലൈ ചെയ്യണമെങ്കിൽ വീടിൻ്റെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്ന് പറയുമ്പോൾ ഓണർ ശ്രുതിയെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ ഈ വീട് പണിതതല്ലേ, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ ബോധമുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളൊരു 30 ലക്ഷം മാത്രം എത്രയും പെട്ടെന്ന് എന്നെ ഏൽപ്പിച്ചാൽ മതി എന്നൊക്കെ ഇവർ പറയുവാണ്. ബാക്കി 6 മാസം കഴിഞ്ഞിട്ടായാലും തന്നാൽ മതി, അതിൻ്റെ ഒരു എഗ്രിമെൻറ്റും നമുക്ക് റെഡിയാക്കാം എന്നൊക്കെ ഓണർ പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, 6 മാസം കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് തന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും ഈ 6 മാസ സമയം വീട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഓണർ പറയുന്നുണ്ട്, നിങ്ങൾ 30 ലക്ഷം എനിക്ക് എപ്പോൾ തരുന്നോ അപ്പോൾ തന്നെ ഞാൻ താക്കോല് നിങ്ങൾക്ക് കൈമാറുവാണ്, പിന്നെ ഇത് നിങ്ങളുടെ വീടാണ്, പിന്നെ വേറൊരു ഓഫറും കൂടി നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലി ആയിട്ട് 2 ദിവസം ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്യാം, വീടൊക്കെ എങ്ങനെയുണ്ടെന്ന് അവരും കൂടി ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ഈ ഓണർ പറയുമ്പോഴേക്കും ശ്രുതിക്കും അങ്ങോട്ട് സന്തോഷമാവാണ്. ഉടനെ തന്നെ ഒരു 5 ലക്ഷം രൂപ റെഡിയാക്കിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലമില്ലേ അവിടെ വെച്ച് നിങ്ങൾ എനിക്ക് തരണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, ശരി, ഞാൻ എത്രയും പെട്ടെന്ന് 5 ലക്ഷം അഡ്വാൻസ് ആയിട്ട് തരാം. അപ്പോൾ പറയുന്നുണ്ട്, ബാക്കി 30 ലക്ഷത്തിൻ്റെ ഡേറ്റ് എത്രയും പെട്ടെന്ന് പറയണം കേട്ടോ, കുറേ പാർട്ടീസ് എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ വീടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രുതി പറയും, വേറെ ആർക്കും കൊടുക്കണ്ട, 30 ലക്ഷവും ഞാൻ ഉടനെ തന്നെ കൈമാറുന്നതാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. പോകുന്ന ടൈമിൽ ആനന്ദിനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്, ഇത്രയും വലിയ വീട് ഞാൻ മേടിക്കാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ശ്രുതി ആനന്ദിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, എനിക്ക് കമ്മീഷൻ കിട്ടണം കേട്ടോ, എന്തൊക്കെ ആയാലും എനിക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, പിന്നെ ഇത് നിൻ്റെ ബിസിനസ് അല്ലേ, ഞാൻ നിനക്ക് എന്തായാലും കമ്മീഷൻ തന്നിരിക്കും, ഏതായാലും ഞാനിപ്പോൾ താഴെയൊന്നും അല്ല ആനന്ദ്, എനിക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവർ പോയി കഴിയുമ്പോഴേക്കും ഓണർ എന്ന് പറഞ്ഞിരുന്ന വിശ്വനാഥനും ഭാര്യയും കൂടി പൊട്ടി ചിരിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ കെണിയിൽ ഒരാൾ വന്ന് വീണു, നമ്മൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന 2 മണ്ടന്മാരെന്നൊക്കെ പറഞ്ഞ് ഇവർ ചിരിക്കുവാണ് പരസ്പരം. ഇവരെന്തായാലും 30 ലക്ഷം നമുക്ക് തന്നിരിക്കും, ആ പൈസ കയ്യിലാവുമ്പോൾ തന്നെ നമുക്ക് ഓണറിന് കൊടുക്കാനുള്ള ബാക്കി കാശ് കൊടുത്ത് ഈ നാട് വിടണം. അപ്പോൾ അയാളുടെ വൈഫ് പറയുന്നുണ്ട്, ബാംഗ്ലൂരിൽ ഇതേപോലെ തന്നെ ഒരു വലിയ ബംഗ്ലാവ് ഉണ്ട്, നമുക്ക് എന്നിട്ട് അവിടെ പോയി താമസിച്ചിട്ട് വേറൊരു പാർട്ടിയെ ഇതേപോലെ കെണിയിൽപ്പെടുത്തണം എന്നൊക്കെ പറയുവാണ്. ഇവർ രണ്ടുപേരും നല്ല ഒന്നാം തരം ഫ്രോഡുകളാണ്. ശ്രുതിയും അത് മനസ്സിലാക്കാതെ ഇവരുടെ കെണിയിൽ വന്ന് വീണിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് രേവതിയെയാണ്. ഡെക്കറേഷൻ വർക്ക് ചെയ്തായിരുന്ന ഹോൾ ഉണ്ടല്ലോ, അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടുത്തെ ഓണർ വിളിക്കുവാണ് രേവതി. എന്നിട്ട് പറയുന്നുണ്ട്, വന്നവർക്കൊക്കെ നിങ്ങളുടെ ഡെക്കറേഷൻ ഭയങ്കര ഇഷ്ടമായി, ഒരുപാട് പേര് നിങ്ങളുടെ നമ്പറൊക്കെ മേടിച്ചുകൊണ്ടും പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി ഒരുപാട് വർക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് അങ്ങോട്ട് സന്തോഷമാവാണ്. എന്നിട്ട് കൊടുക്കാനുള്ള ബാക്കി പേയ്മെൻറ്റും കൂടി ചെയ്യുവാണ്. ഇനിയും വർക്ക് വന്നാൽ വിളിക്കണം എന്ന് രേവതി പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വർക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഇനി എല്ലാ വർക്കും തരത്തുള്ളൂ, ഇത്രയും നാൾ ചിന്താമണി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനാണ് ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തിരുന്നത്, അവർ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും എന്നറിയാൻ പാടില്ല, ഏതായാലും നിങ്ങളുടെ വർക്ക് കൊള്ളാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ
എന്നൊക്കെ വീണ്ടും വീണ്ടും അയാൾ രേവതിയെ പുകഴ്ത്തുവാണ്. ഈ ടൈമിലാണ് നമ്മുടെ ചിന്താമണിയും കുറച്ച് ഗുണ്ടകളൊക്കെ ആയിട്ട് കാറിൽ ഈ ഹോളിലോട്ട് വരുന്നത്. വേറൊരാളുടെ ഓർഡർ മുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർക്ക് കൊടുക്കുന്ന ഓർഡർ അവർക്ക് തന്നെ കൊടുത്തോളൂ, എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഓർഡർ വരുമ്പോൾ തന്നാൽ മതി എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, മോളുടെ നല്ല മനസ്സുകൊണ്ട് മോൾ ഇങ്ങനെയൊക്കെ പറയുന്നു, പക്ഷെ ആ ചിന്താമണി അങ്ങനെയല്ല, കുറച്ച് വാശിക്കാരിയോ ദേഷ്യക്കാരിയോ ആണ്, എനിക്കറിയില്ല എന്തൊക്കെ ഇനി നടക്കാൻ പോകുന്നതെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്നാൽ ശരി സർ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണെന്ന് പറഞ്ഞ് രേവതി ഇറങ്ങുവാണ് ഹോളിൽ നിന്നും. ചിന്താമണി ഹോളിലോട്ട് കയറുമ്പോൾ രേവതി ഹോളിൽ നിന്നും ഇറങ്ങുവാണ്. രേവതിയുടെ സ്കൂട്ടറിൽ എഴുതിയിരിക്കുന്ന 500 പൂമാലകൾ ഒറ്റ ദിവസം കൊണ്ട് കെട്ടിയ സച്ചിയുടെ ഭാര്യ രേവതി എന്ന് പറഞ്ഞ ബോർഡൊക്കെ വായിച്ച് ദേഷ്യത്തിലാണ് ചിന്താമണി ഹോളിലോട്ട് കയറി പോകുന്നത്. ചിന്താമണി ഹോളിലോട്ട് കയറി അവിടുത്തെ മാനേജറായിട്ടൊക്കെ സംസാരിക്കുവാണ്. ഇത്രയും നാളെ എനിക്കല്ലേ ഓർഡർ തന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ വേറൊരാൾക്ക് കൊടുത്തല്ലേ, ഞാൻ ഒരാഴ്ച നാട്ടിലില്ലായിരുന്നു, അപ്പോഴേക്കും എന്നെ ആളെ മാറ്റി തന്നെ കളഞ്ഞല്ലോ നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിച്ച് കഴുത്തിറക്കുന്ന രീതിയാണ് ഈ ചിന്താമണിയുടേത്. മാനേജർ പേടിച്ചിരിക്കുവാണ്. മാനേജർ പറയുന്നുണ്ട്, ഞാനല്ല അവർക്ക് ഓർഡർ കൊടുത്തത്, അത് ഓണറാണ്, ഓണറിനെ നേരിട്ട് കണ്ടാണ് ആ പെണ്ണ് ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്, അപ്പോൾ ഓണർ ഡയറക്റ്റ് കൊടുത്ത ഓർഡറാണ് അതെന്നൊക്കെ പറയുമ്പോഴേക്കും ചിന്താമണി പറയുന്നുണ്ട്, ഓണർ പറഞ്ഞാൽ നിങ്ങൾ അതേപോലെ ചെയ്യോ, ഇവിടുത്തെ ഈ നാട്ടിലുള്ള എല്ലാ ഡെക്കറേഷൻ വർക്കും ഈ ചിന്താമണിക്ക് വേണം കിട്ടാൻ, അതിൻ്റെ കമ്മീഷനും ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചിന്താമണി ചൂടാവുന്നുണ്ട്. അല്ല, ഏതവളാ ഈ ഡെക്കറേഷൻ വർക്ക് ചെയ്തതെന്നൊക്കെ ചിന്താമണി ചോദിക്കുമ്പോഴേക്കും ഈ മാനേജർ പറയുന്നുണ്ട്, ദേ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചിന്താമണി ഓടിപ്പോയി നോക്കുവാണ്. അങ്ങനെ രേവതിയെ ആദ്യമായിട്ട് ചിന്താമണി കാണുവാണ് കേട്ടോ. ചിന്താമണിക്ക് അങ്ങോട്ട് ദേഷ്യം കയറുവാണ്. അപ്പോൾ ചിന്താമണി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പേഴ്സിൽ നിന്നും കുറച്ച് കാശ് എടുത്തിട്ട് ഈ മാനേജർക്ക് കൊടുക്കുവാണ്. അപ്പോൾ മാനേജർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യാത്ത വർക്കിന് നിങ്ങൾ എന്തിനാ എനിക്ക് കമ്മീഷൻ തരുന്നത്? അപ്പോൾ ചിന്താമണി പറയും, ഇത് ഓണർ ഡയറക്റ്റ് കൊടുത്ത വർക്കല്ലേ, അപ്പോൾ തനിക്ക് കമ്മീഷനൊന്നും കിട്ടിക്കാണില്ലല്ലോ, ഇതിരിക്കട്ടെ, ഇനി ഏത് വർക്ക് വന്നാലും എന്നെ വേണം വിളിക്കാൻ, ഞാൻ നിങ്ങൾക്ക് കമ്മീഷൻ തന്നിരിക്കും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്താമണി ആ ഹോളിൽ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങുവാണ്. ഡെക്കറേഷൻ വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ച സന്തോഷത്തിൽ രേവതി വീണ്ടും മധുരമായിട്ട് ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. പോയ ഉടനെ രവീന്ദ്രനെ കൊടുക്കുമ്പോഴേക്കും ചന്ദ്ര പതിവ് പോലെ കലിതുള്ളി വരുന്നുണ്ട്. നീ എന്താ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മധുരമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്, രവിയേട്ടനെ ഷുഗർ വരുത്താനാണോ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇനി വായം കൊണ്ട് സംസാരിച്ച് എനിക്ക് ഷുഗർ വരുത്താണ്ടിരുന്നാൽ മതി, എനിക്കൊരു കുഴപ്പമില്ല, അവളുടെ ജീവിതത്തിൽ എന്തോ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതാണ് അവളിങ്ങനെ മധുരം കൊണ്ടുവന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛാ ആ ഡെക്കറേഷൻ വർക്കില്ലേ, എനിക്കത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു, ബാക്കി പേയ്മെൻറ്റും തന്നു, അവരെന്നെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറയുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രന് നല്ല സന്തോഷമാവുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ചെറുപ്പം തൊട്ടേ എനിക്കിങ്ങനെ ഡെക്കറേഷൻ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അന്നൊന്നും സാധിച്ചില്ല, ഇപ്പം എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പുച്ഛിക്കുന്നുണ്ട്, എങ്ങനെ സാധിക്കാനാ, പണ്ട് പൂ വിൽക്കുന്നത് തന്നെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ച കാശുമായിട്ടല്ലേ, ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതെന്ന് ചന്ദ്ര പുച്ഛിച്ചുകൊണ്ടും പറയുവാണ്. രവീന്ദ്രൻ ചന്ദ്ര കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വായിൽ സ്വീറ്റ്സ് ഒക്കെ കുത്തിക്കയറ്റി കൊടുക്കുന്നുണ്ട്. ഈ ടൈമിലാണ് സച്ചി കയറി വരുന്നത്. എന്താ രേവതി, കയ്യിൽ സ്വീറ്റ്സും ഭയങ്കര സന്തോഷമൊക്കെ ആണല്ലോ. അപ്പോൾ രേവതി കാര്യം പറയുന്നുണ്ട്, ആ ഡെക്കറേഷൻ വർക്ക് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു സച്ചിയേട്ടാ, ബാക്കി പേയ്മെൻ്റ് ഒക്കെ എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും സച്ചിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ഇനിയും നിനക്ക് ഇതുപോലെ ഒരുപാട് ഓർഡറുകൾ കിട്ടട്ടെ രേവതി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് രവീന്ദ്രൻ വാക്കിങ്ങിന് പോവാണ്. ചന്ദ്ര അവിടെ നിന്നും പോകുന്നുണ്ട് ഹോളിൽ നിന്നും. അപ്പോൾ രേവതി സച്ചിയുടെ കൈയും പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ട് പേഴ്സ് തുറന്ന് ആ കാശ് എടുക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഡെക്കറേഷൻ വർക്കിലെ എൻ്റെ ആദ്യത്തെ വരുമാനമാണ്, ഇന്ന സച്ചിയേട്ടാ 7000 രൂപ എന്ന് പറഞ്ഞ് സച്ചിക്ക് നേരെ നീട്ടുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇതെന്തിനാ എനിക്ക് തരുന്നത്, അത് നീ തന്നെ വെച്ചോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനല്ലേ എന്നെ സഹായിച്ചത്, പൂ കൊണ്ടുപോകാനും മറ്റുമൊക്കെ സച്ചിയേട്ടൻ വണ്ടിയൊക്കെ എടുത്ത് ട്രിപ്പൊക്കെ ക്യാൻസലാക്കി എൻ്റെ കൂടെ വന്നില്ലേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് ആ ദിവസത്തെ ട്രിപ്പിൻ്റെ ഇതും കാശ് മാത്രം തന്നാൽ മതി, ബാക്കി കാശ് നീ തന്നെ വെച്ചോ എന്ന് പറയുവാണേ. ഏയ് അങ്ങനെയൊന്നും വേണ്ട, ഈ കാശ് മൊത്തം എൻ്റെ സച്ചിയേട്ടനാ, ഞാൻ സമ്പാദിക്കുന്നതൊക്കെ എൻ്റെ സച്ചിയേട്ടന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് രേവതി ഭയങ്കര സന്തോഷത്തിൽ ആ കാശ് സച്ചിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ ഞാൻ പറയുന്നതൊന്നും അല്ലെങ്കിലും കേൾക്കാറില്ലല്ലോ, ശരിയെന്ന് പറഞ്ഞിട്ട് ആ കാശ് ഇങ്ങനെ എണ്ണി നോക്കുവാണേ സച്ചി. മാസത്തിൽ ഇതുപോലെ 2 ഓർഡർ കിട്ടിയാൽ മതി സച്ചിയേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് മോളിൽ മുറിയൊക്കെ പണിയാം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ, ഇനി വരുന്ന വർക്കൊക്കെ എനിക്ക് തന്നെ തരാം എന്നാണ് ആ ഓണർ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണേ. ആ സന്തോഷം കാണുമ്പോൾ സച്ചിക്കും സന്തോഷമാവുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ 7000 രൂപ സമ്പാദിച്ചു സച്ചിയേട്ടാ, പൂ കിട്ടിയപ്പോൾ പോലും എനിക്ക് ഇത്രയും കാശ് ഒരു ദിവസം കൊണ്ട് കിട്ടിയിട്ടില്ല, എന്തിനധികം പറയുന്നു, സച്ചിയേട്ടനെക്കാളും കൂടുതൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചു എന്നൊക്കെ രേവതി പറഞ്ഞ് സന്തോഷിക്കുവാണ്. അങ്ങനെ കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് അത് ഫീൽ ആവുകയാണ്, കാരണം സച്ചിനേക്കാളും കൂടുതൽ ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിച്ചു എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും
സച്ചി പെട്ടെന്ന് സൈലന്റ് ആയിട്ട് മുഖമൊക്കെ മാറുന്നുണ്ട്. സന്തോഷത്തിന്റെ പുറത്ത് രേവതി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കാശ് രേവതിയെ തന്നെ ഏൽപ്പിക്കുവാണ്. ഇത് നീ തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പിടിച്ചു സച്ചിയേട്ടൻ. ഹേയ് വേണ്ട, നീ തന്നെ ഇത് വെച്ചോ. അപ്പോൾ രേവതി പറയും, അന്നാ ഹുണ്ടിയിൽ കൊണ്ട് ഇട്ടൂടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ തന്നെ ഇട്ടാൽ മതി രേവതി എന്ന് പറയുവാണ്. രേവതിക്ക് പക്ഷേ അത് ക്ലിക്കാവുന്നില്ല. സച്ചിയുടെ വ്യത്യാസം, മുഖവ്യത്യാസം ശ്രദ്ധിച്ചില്ല സന്തോഷത്തിന്റെ പുറത്ത്. രേവതി വീണ്ടും അടുത്ത ഡയലോഗ് പറയുമ്പോഴേക്കും സച്ചി ഒന്നുകൂടെ തളർന്നു പോവാണ്. ഇപ്പം എപ്പോഴും ഹുണ്ടിയിൽ കാശ് ഇടുന്നത് ഞാനാ, എൻ്റെ കാശ് കൊണ്ട് തന്നെ ഹുണ്ടിയിൽ നിറയുന്നു തോന്നുന്നു എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും സച്ചിക്ക് ഒന്നുകൂടെ വിഷമാവുകയാണ്. എന്നിട്ട് രേവതി അടുക്കളയിലോട്ട് പോവാണേ. സച്ചി ആകെ വിഷമിച്ചിരിക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് രേവതി നോക്കുമ്പോഴേക്കും സച്ചിനെ കാണുന്നില്ലേ. മോളിൽ ടെറസിലൊക്കെ പോയി നോക്കുമ്പോൾ അവിടെയില്ല. രേവതി വീട് മൊത്തം അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവീന്ദ്രൻ വാക്കിംഗ് കഴിഞ്ഞ് വരുവാണ്. എന്താ മോളെ, നീ എന്താ ഈ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എവിടെയൊന്നും കാണുന്നില്ലല്ലോ അച്ഛാ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, രാവിലെ ഞാൻ വാക്കിങ്ങിന് പോകുന്ന ടൈമിലും അവനെ കണ്ടില്ല. ചിലപ്പോൾ വല്ല ട്രിപ്പ് അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ടാവും, അതായിരിക്കും അവൻ പോയതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നാലും എന്നോട് പറയാതെ സച്ചിയേട്ടൻ എവിടെയും പോവാറില്ല, വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ രവീന്ദ്രൻ പറയും, അവൻ വിളിക്കും മോളെ, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അകത്തോട്ട് കയറുവാണ്. രേവതി അടുക്കളയിൽ പാചകം ചെയ്യുന്ന ടൈമിലൊക്കെ സച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. സച്ചി ഫോൺ എടുക്കുന്നില്ലേ. രേവതിക്കാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ കയറി വരുവാണ്. കാരണം രാവിലെ തൊട്ട് സച്ചിയേട്ടനെ കാണാനില്ലല്ലോ. പിന്നീട് വർഷേനോടും ഈ സങ്കടം പറയുമ്പോഴേക്കും വർഷയും പറയുന്നുണ്ട്, സച്ചിയേട്ടന് സാധാരണ ജോലിയൊന്നും അല്ലല്ലോ, ട്രിപ്പ് എപ്പോൾ വേണമെങ്കിലും വരാം, അതുകൊണ്ട് സച്ചിയേട്ടൻ പോയതായിരിക്കും. രേവതി ചേച്ചി ഇതിനൊക്കെ വിഷമിക്കുന്നത് എന്തിനാ, ഫ്രീ ആവുമ്പോഴേക്കും എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് സച്ചിയേട്ടൻ വിളിക്കും എന്നൊക്കെ പറയുവാണേ. പക്ഷേ സച്ചി വിളിക്കുന്നില്ല. വൈകുന്നേരവും രാത്രി ആവുമ്പോൾ വരെയും സച്ചി വിളിക്കുന്നില്ല. രേവതിക്കാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ കൂടി വരുവാണേ. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.